വചനങ്ങൾ. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പരിശുദ്ധമായ ഈ നോമ്പുകാലത്ത് ഇന്നേ ദിനം കർത്താവ് നമുക്ക് തരുന്ന ഈ തിരുവചനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. അതോടൊപ്പം തമ്പുരാൻ തരുന്ന ഈ തിരുവചന ഭാഗത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ഇന്നേ ദിനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നാമും യേശുവും തമ്മിലുള്ള ബന്ധം, നമ്മുടെ ക്രിസ്തീയ വിശ്വാസമനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുള്ള മേഖലകൾ ഇവയെല്ലാം ഒന്ന് വിലയിരുത്താൻ ഈ ദിനത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. ഈ ശുശ്രൂഷയെ കർത്താവിൻ്റെ ആത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് ദൈവീക ജ്ഞാനത്താൽ നയിക്കുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനം നമ്മൾ ശ്രദ്ധിച്ചു. ഹെറോദേസ് പടയാളികളോട് ചേർന്ന് അവനോട് നിന്ദ്യമായി പെരുമാറുകയും അവനെ അധിക്ഷേപിക്കുകയും ചെയ്തു. അവൻ യേശുവിനെ പകിട്ടേറിയ വസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിൻ്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. അന്നു മുതൽ ഹെറോദേസും പീലാത്തോസും പരസ്പരം സ്നേഹിതന്മാരായി. മുമ്പ് അവർ ശത്രുതയിലാണ് കഴിഞ്ഞിരുന്നത്. അന്നു മുതൽ അവർ പരസ്പരം സ്നേഹിതന്മാരായി. എന്നു മുതൽ ഈ വചനം വായിക്കിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മുമ്പ് അവർ ശത്രുക്കളായിരുന്നു, എന്നാൽ ഇപ്പോൾ അവർ ഒരുമിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാം തിരുവചനം, അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇവിടെ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് ശക്തമായി നമുക്ക് ബോധ്യം തന്നിട്ടുള്ളതാണ്. ഈ ബോധ്യം അനുസരിച്ച് ശത്രുവിനെ സ്നേഹിക്കേണ്ടത് തന്നെയാണ്. എന്നാൽ മേൽപ്പറഞ്ഞ വചനഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രണ്ട് ശത്രുക്കൾ ഒന്നിക്കുന്നൊരു ഭാഗമാണ്. പക്ഷേ ഇവിടെ ഒന്നിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ഇവർ മുമ്പ് ശത്രുക്കളായിരുന്നു, ഇപ്പോൾ സ്നേഹിതന്മാരായി. ഇവർ സ്നേഹിതന്മാരാകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ക്രിസ്തു ബന്ധിതനാവുന്നു, ക്രിസ്തു കുറ്റം ചുമത്തപ്പെടുന്നു, ക്രിസ്തു പരിഹസിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇവരുടെ സ്നേഹബന്ധം പുനരാരംഭിക്കുന്നത്. രണ്ട് ശത്രുക്കൾ ഒന്നിക്കുന്നത് പൊതുശത്രുവിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രിസ്തു ആഗ്രഹിച്ച ഒരു ശത്രുസ്നേഹം ഇതാണോ? ക്രിസ്തു ആഗ്രഹിച്ച ഒരു ശത്രുസ്നേഹം ഇതാണോ? ആ ശത്രുസ്നേഹത്തെക്കുറിച്ച് ക്രിസ്തു പറയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഇവിടെ പ്രാർത്ഥനയുടെ ബന്ധമൊന്നും അവിടെ വരുന്നില്ല. അവിടെ വരുന്നത് ശത്രുസ്നേഹം എപ്രകാരമാണ് ഒരു മനുഷ്യൻ നടപ്പിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഈ നോമ്പുകാലത്ത് നമ്മളെ തന്നെ വിലയിരുത്തുമ്പോൾ, നമ്മൾ നമ്മുടെ ശത്രുക്കളോടൊക്കെ രമ്യതപ്പെടണമെന്നൊക്കെ സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ അഭിഷിക്തരൊക്കെ ശക്തമായ ബോധ്യം നമ്മൾ ജനിപ്പിക്കുമ്പോൾ, നമ്മൾ ശത്രുക്കളെയൊക്കെ താൽക്കാലികമായി ഒരു സ്നേഹത്തിലേക്ക് വരുത്തിയെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെയൊക്കെ ഓർത്തോണം, നമ്മുടെ ശത്രു സ്നേഹം ക്രിസ്തുവിനെ ബന്ധിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ കുറ്റം ചുമത്തിക്കൊണ്ട്, ക്രിസ്തുവിനെ പരിഹസിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ഒറ്റുകൊടുത്തുകൊണ്ട്, ക്രിസ്തുവിനെ കുരിശിൽ തറച്ചുകൊണ്ടാവരുത്. ഈ അടുത്ത കാലത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് കടന്നു വന്ന രണ്ട് സഹോദരങ്ങൾ, അവർ രണ്ടുപേരും മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ. അവരിങ്ങനെ വേദനയോടെ ജീവിച്ചുകൊണ്ട്, സ്വന്തമായിട്ട് ഭവനമില്ല, സ്വന്തം ഭവനമൊന്നുമില്ല, ഒത്തിരി ക്ലേശത്തോടെ മുന്നോട്ട് പോകുന്നു. അതിലൊരാൾ വല്ലാതെ രോഗം പിടിപെട്ട് അവശനുമാണ്. അപരൻ ഈ അവശനായ സഹോദരനെ നോക്കിക്കൊണ്ടു പോവുകയാണ്. പ്രാർത്ഥന സഹായമൊക്കെ ആവശ്യപ്പെട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ബന്ധുക്കൾ ആരുമില്ലേ? അപ്പോൾ ഈ രണ്ട് സഹോദരങ്ങളും കൂടെ പറഞ്ഞു, ഒരു സഹോദരനുണ്ട്, അയാൾ സമ്പന്നനുമാണ്. ഒരു സഹോദരനുണ്ട്, അയാൾ സമ്പന്നനുമാണ്, പക്ഷേ ഞങ്ങളെ അയാൾ ഒരു കാരണവശാലും അയാളുടെ അടുത്തേക്ക് അടുപ്പിക്കുകയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവർ ഒരു കാരണവശാലും ഞങ്ങളെ അടുപ്പിക്കുകയില്ല. ഇങ്ങനെ ഇവർ വളരെ വേദനയോടെ മുന്നോട്ട് പോകുന്നു. പലപ്പോഴും ഇവർ പ്രാർത്ഥന സഹായമൊക്കെ ആവശ്യപ്പെടാറുണ്ട്. എന്നാൽ ഇടക്കാലത്ത് വെച്ച് രസകരമായൊരു വാർത്ത കേൾക്കാനിടയായി.
ഇങ്ങനെയാണ് വന്നത്. ശത്രുവായി നടക്കുന്ന, ഇവരെ അടുപ്പിക്കാതെ നടക്കുന്ന ഇവരുടെ സമ്പന്നനായ സഹോദരൻ ഒരിക്കൽ ഇവരിൽ ഒരാളെ വന്ന് കാണാൻ അവസരമുണ്ടായി. എന്നിട്ട് അയാൾ ഇവരോട് പറഞ്ഞു, ഈ വേദനിച്ച് കിടക്കുന്നവനെ നമുക്ക് ഏതെങ്കിലും ആതുര ആലയത്തിൽ അഭയം കൊടുപ്പിക്കാം, നിനക്കും അവിടെ എന്തെങ്കിലും ഒരു ജോലി ക്രമപ്പെടുത്താം. ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീടുള്ള കാലം നിങ്ങൾക്ക് അവിടെ അങ്ങ് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാം. ഇന്നലെ വരെ കടുത്ത ശത്രുതയിലായിരുന്ന ഈ സഹോദരൻ ഇന്ന് വന്നിട്ട് ഇവരിൽ ഒരുവനെ കണ്ടെത്തി. രോഗിയായി കിടക്കുന്നവനെ അന്വേഷിക്കാതെ അത്യാവശ്യം ജോലിയൊക്കെ എടുത്ത് പോകുന്ന ആ സഹോദരനെ കണ്ടെത്തി അവനോട് പറയുകയാണ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഞാൻ അവസരം ഒപ്പിച്ചു തരാം, നിങ്ങൾ അങ്ങോട്ട് മാറണം. ഈ മനുഷ്യൻ്റെ ഉദ്ദേശം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാളുടെ ഉള്ളിലിരിപ്പ് ഇതാണ്: നാളെ ഇവർ രണ്ടുപേരും ഒരു ബാധ്യതയായി മാറിയാൽ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു ചോദ്യം ഉയരും, ഇത്രയുമൊക്കെ സമ്പത്തുള്ള നീ എന്തുകൊണ്ട് നിൻ്റെ സഹോദരങ്ങളെ സംരക്ഷിച്ചില്ല? ഈ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ഇയാൾ പലപ്പോഴും പതറിപ്പോവാൻ സാധ്യതയുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി. അപ്പോൾ ഇവരെ എവിടെയെങ്കിലുമൊക്കെ അകറ്റിക്കളയുകയാണെങ്കിൽ ഇയാളെ സംബന്ധിച്ച് ഈ അനാഥരായ, അല്ലെങ്കിൽ യാതൊരു സാമ്പത്തികമായ പുരോഗതിയില്ലാത്ത രണ്ട് സഹോദരങ്ങൾ, രോഗം ബാധിച്ചവർ, ഇയാളെ സംബന്ധിച്ചിട്ട് ഒരു വലിയ ബാധ്യതയാണ്. ഈ ബാധ്യതയെ ഒഴിവാക്കണമെങ്കിൽ ആദ്യം ഇയാളൊരു ശത്രുത പ്രഖ്യാപിച്ചു. അങ്ങനെ ശത്രുത പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്കൊരു കാരണവശാൽ ഈ മനുഷ്യനുമായിട്ട് ഇടപെടാൻ പറ്റില്ല. എന്നിട്ട് ഇയാൾ പിന്നീട് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഇയാൾക്ക് പ്രതിച്ഛായ മോശമാകാതിരിക്കാൻ ഈ മനുഷ്യൻ തൻ്റെ സഹോദരങ്ങളിൽ ഒരുവനെ സ്നേഹിതനാക്കി മാറ്റി, ശത്രുക്കളായിരുന്നതിൽ. എന്നിട്ട് അവരനെയും ഈ സ്നേഹിതനായവനെയും ഒക്കെ ഒത്തിരി അകലേക്ക് മാറ്റം വരുത്താനായിട്ട് ഇയാൾക്ക് സ്വസ്ഥത ലഭിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ കണ്ടെത്തിയ ഒരു സൂത്രം. ഈ വചനം വായിക്കുമ്പോൾ ഈ സംഭവം അറിഞ്ഞപ്പോൾ എനിക്ക് ഈ വചനം വീണ്ടും ഓർമ്മ വന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മുടെ മുൻപിൽ വരുന്ന ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ അവിടെ മുറിവേൽപ്പിക്കപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന ക്രിസ്തുവുണ്ട്. ഗലാത്യ ലേഖനം 3:27 ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു.